രാത്രി 7 മുതൽ രാത്രി 12 വരെയാണ് അരുൺ വീട്ടമ്മയെ ബന്ദിയാക്കിയത്. ഭർത്താവ് മരിച്ചതിന് ശേഷം ഒറ്റയ്ക്കാണ് താമസം. 2 പെൺമക്കളും ജർമ്മനിയിലാണ്. ഇന്നലെ വൈകിട്ട് 100 രൂപ ചോദിച്ചാണ് അരുൺ വീട്ടിലെത്തിയത്. മുൻപ് അരുണും കുടുംബവും പ്രദേശത്ത് താമസിച്ചിരുന്ന പരിചയമുള്ളതിനാൽ 50 രൂപ നൽകാമെന്ന് പറഞ്ഞു. മോട്ടോർ നിർത്താനായി വീടിനുള്ളിലേക്ക് കയറി ശുചിമുറിയിലെ പൈപ്പ് തുറക്കുന്നതിനിടെ പിന്നാലെയെത്തിയ യുവാവ് കഴുത്തിൽ കത്തിവെച്ചു കരഞ്ഞപ്പോൾ ഇരുകരണത്തും തല്ലി. വലത് കൈയിൽ കത്തികൊണ്ട് വരഞ്ഞ് മുറിവേൽപ്പിച്ചു. തുടർന്ന് അകത്തെ മുറിയിലെത്തിച്ചു. തുണികൊണ്ട് കഴുത്തിൻ്റെ ഭാഗത്ത് കെട്ടി വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചു. ബന്ദിയാക്കിയ ശേഷം അരുൺ കഞ്ചാവ് വലിച്ചു. കഴുത്തിൽ കിടന്ന മാല ഊരിയെടുത്ത് താലിമാലയാണെന്ന് പറഞ്ഞപ്പോൾ താലി മാത്രം ഊരി നൽകി. സമീപത്തെ അലമാരയിലിരുന്ന പേഴ്സിലെ പണവും കവർന്നു. വിവരം പുറത്തു പറഞ്ഞാൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. കൊല്ലരുതെന്ന് കരഞ്ഞപേക്ഷിച്ചപ്പോൾ രാത്രി 12-ന് ഇയാൾ കഴുത്തിലെ കെട്ട് ഭാഗികമായി അഴിച്ച ശേഷം കടന്നു കളഞ്ഞു. അരുൺ പുറത്തു കാണുമെന്ന ഭയത്താൽ സോമ രാത്രി മുഴുവനും വീടിനുള്ളിൽ ചെലവഴിച്ചു. രാവിലെ സമീപവാസികളെ വിവരം അറിയിച്ചതിനെ തുടർന്ന് ബന്ധുവിൻ്റെ സഹായത്തോടെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു.